I would give up forever to be somebody to you. And I hate when we fight and forget it's not me versus you. I don't want pain, I don't want hurt, I don't want sorrow. I don't want lies, I don't want tears, I don't want shallow. I have my faults, I know what they for, and for that I'm sorry. I'm trying, baby, 'cause I want you. Wishing I would be enough, 'cause I don't wanna lose. Waking up and knowing that we'd still choose to see another moon. And I don't wanna give up just because we're on our darkest hour and it's real tough. I will love you like the stars that love to shoot, and shadows love the moon. We can love just like rain, but one drop too much and we'll drown. And nothing makes sense when you're gone. I need you around. I don't want pain, I don't want hurt, I don't want sorrow. I don't want lies, I don't want tears, I don't want shallow. I have my faults, I know what they for, and for that I'm sorry. I'm trying, baby, 'cause I want you. Wishing I would be enough, 'cause I don't wanna lose. ഓടുള്ള നിൻ സർവനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നീ ഉണ്ടെന്റെയുള്ള സന്നാമോട് സ്തുതി പാടിടുന്നേ. ദേവസന്നാമോട് സ്തുതി പാടിടുന്നേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തിരയുള്ള മഹൽ ശക്തി നീയേ നാഥ. അന്തിരയുള്ള മഹൽ ശക്തി നീയേ. മനിടത്തിലടിയാ ജീവിക്കുന്നാളെന്നും വന്നേ നാം ചെയ്യും തിരുനാമത്തിനു. ദേവാ വന്നേ നാം ചെയ്യും തിരുനാമത്തിനു. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. ആമേൻ. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ബലഹീനരായ അടിയങ്ങൾക്കായി ദിവസത്തിന്റെ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ തക്കവണ്ണം നീ നൽകിയിട്ടുള്ള അവസരത്തിനായി ഈ പ്രിയ ഭവനത്തെ ദൈവമേ അതിനായി ഒരുക്കിയതിനായ അടിയങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങളുടെ ആയുസ്, അടിയങ്ങളുടെ ജീവിതം, അടിയങ്ങൾ അനുഭവിക്കുന്ന നന്മകൾ കർത്താവെ അതെല്ലാം നിന്റെ ദാനമാകയാൽ അടിയങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഹൃദയമായി കർത്താവെ ഈ പ്രിയ കുടുംബത്തെ ഓർത്ത് അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ നിന്റെ കൃപയുടെ മറവിലൊക്കെ മറച്ച് ഇന്നയോളം അനുഗ്രഹീതമായി കർത്താവെ വഴിനടത്തിയതായ അവിടുത്തെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹൃദയമായ കർത്താവെ പ്രിയദാസനെയും ദാസിയെ ഓർക്കുകയാണ്. ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കുടുംബമായി അവരെ വഴിനടത്തിയ വിധങ്ങളൊക്കെ എത്ര വലുതാണ്. ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരുന്നു, സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. സമ്മിശ്രങ്ങളായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലെല്ലാം കർത്താവെ നീ കൂടെ ഇരുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം. ദാനമായി കൊടുത്തതായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന മകളെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് നിന്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ പ്രിയ നിധിയെ ഓർത്തടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ നീ അവളെ കണ്ടല്ലോ.
ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ കർത്താവെ അവളുടെ ജീവിതയാത്രയിൽ നീ കൂടെ ഉണ്ടായിരുന്നു. കർത്താവെ ആവശ്യങ്ങളുടെ മുഖത്തൊക്കെ വഴികളെ തുറന്നു കൊടുത്തു, മുഖാന്തരങ്ങളെ ഒരുക്കി കൊടുത്തു. കർത്താവെ എല്ലാറ്റിനായും അടിയങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കുദാശയിലേക്ക് കർത്താവെ നിന്റെ മകൾ പ്രവേശിക്കുകയാകുന്നുവല്ലോ. കുടുംബജീവിതത്തിന്റെ കർത്താവെ അനുഗ്രഹങ്ങൾ, വാഴ്വുകളൊക്കെ അടിയങ്ങളെ പഠിപ്പിച്ച ശ്രേഷ്ഠതകളെ അടിയങ്ങൾക്ക് കാണിച്ചു തന്ന ദൈവം നീയാണ്. ആ പദവിക്കായിട്ട് നിന്റെ മകളെ നീ ഒരുക്കിയതിനാൽ നന്ദിയോട് സ്തുതിക്കുന്നു. പ്രിയ മകൾക്കായി ഒരുക്കിയതായ മകനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നീ അടിയങ്ങൾക്ക് നൽകിയ ആലോചനകൾ, നീ അടിയങ്ങൾക്ക് നൽകിയതായ തീരുമാനങ്ങൾ, അതൊക്കെ ദൈവമേ അടിയങ്ങളുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹത്തിന് മുഖാന്തരമാകുമല്ലോ. ഇന്ന് കർത്താവെ നിന്റെ സന്നിധിയിൽ അടിയങ്ങളെടുത്ത തീരുമാനം പൂർത്തീകരിക്കപ്പെടുകയാകുന്നുവല്ലോ. ഇന്ന് നടക്കുന്ന വിശുദ്ധ വിവാഹ ശുശ്രൂഷയെ ഓർത്ത് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കായി അടിയങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവെ നിന്റെ കരം പിടിച്ച കുടുംബം എന്ന വലിയ പദവിയിൽ പ്രവേശിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ മറവിൽ കർത്താവെ ആയിരിക്കുവാൻ ഇടയാകണം. നീ കാർമ്മികനായിരുന്ന ഈ ശുശ്രൂഷയെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം നല്ല ദാനങ്ങളാൽ നിറയ്ക്കണം. അവരുടെ തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ എന്നടിയങ്ങൾ അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കായും അപേക്ഷിക്കുന്നു. പ്രിയ തോമസ് അച്ഛനായി പ്രാർത്ഥിക്കുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവിടെ നിന്ന് യാത്ര ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. യാത്രയിലും പോക്കിലൊക്കെ ദൈവകൃപ വ്യാപരിച്ചു കൊള്ളണം. വിവാഹത്തോടനുബന്ധിച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളെയും ഓർക്കുന്നു. എല്ലാം കർത്താവെ അനുഗ്രഹകരമായി നടത്തുവാനായിട്ട് ഇടയാകണം. നായകനായി നടത്തിപ്പോകാനായി നീ കൂടെ ഉള്ളതിനാൽ അടിയങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്ന കർത്താവെ ആ ബലത്തിൽ അടിയങ്ങൾ തുടർന്നുള്ള നാളുകളിൽ ജീവിപ്പാൻ അടിയങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്നവർക്കായി അപേക്ഷിക്കുന്നു. ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, കർത്താവെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ സംഗതിയാകണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകളെ കേട്ടിരിക്കയാൽ സ്തുതിക്കുന്നു. സകല അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതമാക്കപ്പെടണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധരുടെ നിരന്തരമായുള്ള കൂട്ടായ്മയും നമ്മുടെ അടുത്തിലൂടെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇന്ന് കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളോട്, രണ്ട് കുടുംബങ്ങളോട്, എല്ലാ ക്രമീകരണങ്ങളോടും വിശുദ്ധ കുദാശയോടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സകല നന്മകളാലും അനുഗ്രഹിച്ച് ആസ്വദിക്കുന്നുണ്ടാകട്ടെ. ആമേൻ.
നേതൃത്വം നൽകുന്ന മണവാട്ടിയുടെ പിതൃ സഹോദരി ഭർത്താവ് ബഹുമാനമുള്ള ജോൺസൺ, മണവാട്ടിയുടെ പിതാവിന്റെ സഹോദരൻ KG തോമസ് അച്ഛൻ, ഈ ഇടവയുടെ മുൻവികാരിമാരായ ബഹുമാനമുള്ള ഡോക്ടർ ഐ ജോസഫ് അച്ഛൻ, അലക്സാണ്ടർ തോമസ് അച്ഛൻ, അലക്സാണ്ടർ തലയനച്ഛൻ, നമ്മുടെ എല്ലാവരുടെയും സീനിയർ വൈദികരായ ബഹുമാന പി അലക്സാണ്ടർ അച്ഛൻ, ഈ ഇടവാംഗങ്ങളായ ബഹുമാന A ജോൺസൺ, തോമസ് കോശി അച്ഛൻ, ജിജി അച്ഛൻ, MD ചെറിയാനച്ഛൻ, അജയ് അച്ഛൻ, കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ബഹുമാനമുള്ള അച്ഛന്മാരെ ഈ വിശുദ്ധ കൂദാശയിലേക്ക്, ഈ കുടുംബത്തിന് വേണ്ടിയും ഒരു മാർത്തമ ഇടവയ്ക്ക് വേണ്ടി ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓരോ കൂദാശി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സാന്നിധ്യവും സാമീപ്യവും കൃപകളും അനുഗ്രഹങ്ങളും അനുഭവങ്ങളും മുഖാന്തരമാണ്. നമ്മുടെ മക്കളായ പ്രിയപ്പെട്ട റോഷിക്കും നിധി ഈ വിശുദ്ധ കൂദാശിയുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഒരുക്കപ്പെടുമ്പോൾ കുടുംബത്തിൽ പ്രവേശിക്കപ്പെട്ട പ്രിയമക്കളും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഒരുപോലെ ദൈവകൃപ അനുഭവിക്കാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. വിശ്വകൂദാശയുടെ ആദ്യോട അന്തം പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവാലയത്തിനുള്ളിൽ തന്നെ തുടരണം. അലക്ഷ്യമായി നിൽക്കുന്നതിനോ ദയവായി ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്നതിനോ ഇടയാകരുത്. നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ സൈലന്റ് മോഡിലാക്കി സൂക്ഷിക്കണം. ഫോട്ടോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് ഒരു സ്ഥലത്ത് നിൽക്കണം. നിങ്ങൾക്ക് പുറകോട്ട് പോയി പണമെടുക്കാൻ സമയവും സാവകാശവും നൽകുന്നതാണ്. പ്രിയമുള്ളവരെ, ദൈവകരങ്ങളിൽ നമുക്ക് പ്രാപിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സുന്ദരവും അനുഗ്രഹകരമായ ക്രിസ്ത്യ കുടുംബജീവിതവും അതിന്റെ ധന്യതകളും വാഴവുമാണ്. അതിനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് നൽകിയിരിക്കും. നമ്മുടെ മക്കളും അപ്രകാരമുള്ള അനുഗ്രഹകരമായ അനുഭവത്തിൽ പ്രവേശിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാപൂർവ്വ പങ്കാളിത്തം അവരുടെ ജീവിതാനുഭവങ്ങൾ സമർത്ഥമായ ദൈവകൃപയ്ക്ക് മുഖാന്തരമായി തീരണം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോട് ഓർക്കുകയും ചെയ്ത് ഇപ്പോൾ ഗാനസംഘം പ്രാരംഭ ഗാനം ആരംഭിച്ചു. Oh
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾ വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഞങ്ങളെ എന്തുകൊണ്ടാലും ശക്തിയുമാകുന്നു എന്നേക്ക് നിലപാടുന്നു. ദൈവമായ കർത്താവേ, നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ ഒരു ഞങ്ങൾക്കുണ്ടാകാമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ വാക്കുകൾ സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാൾ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാൾ പൂർണ്ണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും മാതൃനെ പ്രസാദിച്ചിട്ടുള്ള സർവശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങൾ നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ സംഘങ്ങൾ ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവ് ശുദ്ധമായ മാലികമേ, സ്തുതിയ സ്തോത്രം നിനക്കേ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു
കർത്താവിന്റെ അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. എല്ലായ്പ്പോഴും നിരന്തരം കരയറ്റുവാൻ യോഗ്യതയുള്ളവരായി തീരണം. ജാതികളുടെ പ്രിയയെ എനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ സകലമാലിന്യങ്ങളെ വെളിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും വിളിച്ചതിനെ വെളിപ്പെടുത്തുകയും സകല കടലിൽ നിന്നും പാപമുള്ളതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയമാനായിരിക്കുന്ന തമ്പുരാൻ തന്റെ മോദനപാടിന്റെ ശുശ്രൂഷ ഗുണമാക്കപ്പെടുന്നതിന് നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അതിനേക്കും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി അവനതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല നന്മകളിലും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളിലും നന്മകളുടെ ധന്യമായിരിക്കുന്നതിനുമായ കർത്താവേ, നാശമില്ലാത്തതും സകല കണ്ടതിൽ നിന്നും വനത്തിൽ നിന്നും നിത്യമായി എഴുതിയിരിക്കുന്നതുമായ വെളിപ്പുള്ള മോദനത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ ദൈവമായി ഗുണപ്പെടുവാനും വിവാഹം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോദനത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോദനങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോദനങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാര്യങ്ങളും അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹം കൊണ്ട് ഈ മോദനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകട്ടെ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകട്ടെ മണവാട്ടിയും ജ്ഞാനത്തിൽ തികഞ്ഞവൻ പൂർണ്ണതയുള്ളവരും മാറ്റണമേ. കർത്താവേ, കൃപ ചെയ്ത വിഭാഗം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും പരിപാലിക്കുന്ന ലോകത്തിലും കഴിവില്ലാതവർക്കും ഇവരെ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഇവരുടെ ആയുഷ്കാലം ഒഴിഞ്ഞ വിധമാകണമേ. നീ അലങ്കരിക്കണമേ. വിവേകമാനും പാലന്മാരും ഇടപെടാ സന്തോഷിക്കുന്നതുമായ നിന്റെ സത്യമാവാക്യം ആനന്ദപരവരെ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരിച്ചറിഞ്ഞ ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വരപ്പെടുന്ന പിഴകളിലും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാലും അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരിച്ചറിഞ്ഞ് പതിവരാതെ കൊണ്ടുവന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധരായി ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സത്യപ്രവാനായോടെ അന്യോന്യ വിവാഹം ചെയ്യുകയും നിന്റെ സ്നേഹത്തോടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ മുഖാന്തരം അതുകൊണ്ടായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഇതിന്റെ അധികാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന പ്രാർത്ഥനയും ഇപ്പമുള്ള പരിമളമേറ്റുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപുത്രമാകാനും വിധിച്ചു പോകാതെയും ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിനും ശരീരത്തിലും ദുർബലരെ കാത്തുകൊള്ളുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. ഇതൊക്കെ നിന്റെ പിതാവിനും പരിശുദ്ധ സഹായത്തിനും സ്തുതിയും സ്തോത്രവും ഇവർ കരയുകയും ചെയ്യുവാനാകണമേ. ഈ മോദനങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി.
ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയസന്തോഷത്താലും ധരിക്കുന്നതിന്റെ പിതാവിനും എന്റെ പരിശുദ്ധമായ സ്തോത്രം നീ കരയുകയും ചെയ്യണം. ഇപ്പോൾ ഗായകനും ഒരു പാട്ട് പാടുന്ന സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സ്
ഗ്രാമത്തിൽ പുറകോട്ട് പോയി പണം പഠിക്കാം. പാട്ട് അവസാനിക്കുമ്പോൾ മടങ്ങി തൽസ്ഥാനത്ത് നിൽക്കും. ദൈവമായ കർത്താവേ, മാഞ്ഞുപോകാത്ത കല്യാണത്തിൽ അഴിഞ്ഞുപോകാത്ത നമ്മളാർക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യസന്തോഷങ്ങൾ ഞങ്ങളെ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെ അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേൽക്കുകയും ചെയ്യുമാറാകണമേ. നമ്മുടെ പൂർവ്വമാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവം ഈ മണവാളിനെ മണവാട്ടി അനുഗ്രഹിക്കണമെന്നുള്ളതായ ആശീർവാദദാനമാണ് പാടുന്നത്. ആ അനുഗ്രഹത്തെ സ്വീകരിക്കുന്ന ഏഴാളമായി പട്ടക്കാരൻ കുരിശ് വരയ്ക്കുമ്പോൾ മണവാളിനും മണവാട്ടി മണൽ കുരിശ് വരയ്ക്കേണ്ടതാകുന്നു.
ദേവാകൃപ ചെയ്യണമെന്ന് എല്ലാവർക്കും പ്രതിവാക്കുമായിട്ട് അത്യുന്നതങ്ങളിൽ
അതിന്റെ കരുണയുടെയും അപരിമയവാദനും ദയയുടെ ധാരാളതയാകുകയും ഞങ്ങളുടെ സ്ഥിതികളിൽ സന്തോഷിക്കുകയും ബലഹീനനും മൺമേലുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൽ വസിക്കുന്നവരും പ്രത്യേകമായി അടുത്തു വന്ന നിന്റെ കരുണയുടെ കീഴിലും നിന്റെ ദൈവയുടെ ചെറിയ കീഴിലും അഭിപ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തിലേക്ക് സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ വാർഷികത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ ഓടിപ്പോകുവാൻ ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളിലും അനുഷ്ഠാനങ്ങൾ താല്പര്യമുള്ളവരാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യനും സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ ദേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യനെ സ്നേഹിക്കുന്നവരും നീ ആകിയാൽ നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. ഹോശോ ബഹുബുൽ സുബ്ഹാനിൽ ഹുർമിൻ. വെള്ളത്തെ നല്ല വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത സത്യത്തിന്റെയും നീതിയുടെയും മണവാളനായി ഇപ്പോഴും മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ മന്ദയുടെ മുമ്പാകെ തങ്ങളുടെ കാഴ്ചകളെ വണക്കിയിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. അനുഗ്രഹങ്ങളും കരുണയും നിറഞ്ഞിരിക്കുന്ന നിന്റെ വലങ്കി ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ ആത്മീയ മണവറയിൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന കല്യാണ വിരുന്നിന് ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്തിന്റെ കരുണയെ കണ്ടുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറായണമേ. ഹോശോ ബഹുബുൽ സുബ്ഹാനിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മശിഹായുടെ സ്നേഹതാരണ്യവും കീഴ്പ്പെടുന്നവരായിരിക്കും. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായി യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ സഭയായി അതിനെ നിവർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങൾ എന്നതുപോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവാൻ പുരുഷന്മാർക്ക് ന്യായമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, ഭയത്തോടും മനസ്സോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയുന്നതിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം
പിതാവിനും പുത്രനും സ്വീകരിച്ചുകൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുക നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്ന അസൂയയിൽ നിന്ന് ദൈവത്തെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞു ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബിന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വായു നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തുള്ള അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലകൾ വയ്ക്കപ്പെട്ടിരിക്കുന്ന കിരീടങ്ങളുമേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുക. സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല പാൽ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. അപാപിയാശരുടെ പാപം പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടകളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കടനെ പോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. ഇസ്രായേലിനെ പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായ പർവ്വതത്തിലിറങ്ങിയ നിങ്ങളെ നമ്മുടെ സർവസ്വരത്തെ വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനാം സ്വീകരിക്കുകയും ചെയ്യണം.
വിശ്വാസികളെ കരുതപ്പെടുന്നവന്ന് നമ്മുടെ വിശ്വദാസന്മാരിൽ നിന്നും നാം കൈക്കൊള്ളുകയും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവ്വന്മാർ നമ്മെ ഫലമെടുത്തതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തിയിലും താല്പര്യമുള്ളവരും ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന് മുൻപാകെയും നമ്മുടെ കർത്താവായ സിംഹാസനമാകുന്ന ജീവനിമയത്തിന് മുൻപാകെയും ഈ വാട് മുൻപാകെയും വിശുദ്ധ ഏവന് മുൻപാകെയും ഈ യോഗത്തിന് മുൻപാകെയും വിചാരണ മുൻപാകെയല്ല അറിയുന്നതിന് മുൻപാകെയും അഭയം നിൽക്കുന്നവരെന്ന് കരുതിക്കൊള്ളുകയും ഇതാ ഞങ്ങൾ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കൂടെ വധിച്ചതായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും പട്ടക്കാരുടെ ക്ഷമാശന്മാരുടെ പേരും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാട്ടികളുടെ പേരും വിന്യസിക്കപ്പെട്ടിരിക്കുന്ന പേരും ക്ഷണിക്കുന്നവരുടെ പേരും ഒന്നാവശ്യത്തെ വ്യാപിക്കുമാറാകട്ടെ. വന്നെങ്കിൽ എല്ലായ്പ്പോഴും ഇവരുടെ പ്രാർത്ഥനയും ചെയ്യട്ടെ. വിശ്വാസികളെ നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ ഇരുപ്പാൻ ന്യായമാകുമെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളണമെന്നുള്ള കൽപ്പന നിങ്ങളോട് എല്ലാവരോടുമാകുമെന്ന് പറഞ്ഞുകൊള്ളുകയും എന്തുകൊണ്ടാണ് ഇവരുടെ സാംസ്കാരികം പിരിഞ്ഞ് ഇവരുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ ഇവർ ഇനിയും ഇവിടെ പ്രസാദിപ്പിച്ചവരോട് ദയവായി പ്രവർത്തിക്കണം. അവൻ വസ്ത്രമില്ലാതെ യാത്രനായിരുന്നാലും വസ്ത്രം ധരിപ്പിക്കണം. അവൻ വിശുദ്ധരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ താമസിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാനം കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവനോട് വർദ്ധിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുമല്ലോ. അവൻ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവരോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ ശുശ്രൂഷിക്കുക ഞങ്ങൾ എല്ലാവരുടെ പേര് ഇതുവരെ ഞങ്ങൾ രണ്ടായിട്ട് ജീവിച്ചിരുന്നു. രണ്ട് കുടുംബങ്ങളിൽ രണ്ട് മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചു വളർന്നു. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയുമുണ്ട്. തമ്മിൽ വധിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാകുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കും. ദരിദ്രരെയും പ്രദേശങ്ങളെയും ബുദ്ധിമുട്ടിരിക്കുന്നവരെ നിങ്ങൾ സഹായിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കും. ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ മേടിക്കുമ്പോൾ കർത്താവിനെ വിളിക്കുന്ന ബോധത്തിൽ പള്ളിയാറിന് സംബന്ധിക്കുന്നവരും ആയിരിക്കും. നിങ്ങളുടെ വിശേഷ കുർബാനയിൽ പൂർണ്ണമായി പങ്കെടുക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന പണം, സമയം, കഴിവ് ഇവയെല്ലാം ദൈവത്തിൻ്റെ കാര്യവിചാരങ്ങൾ എന്ന് മനസ്സിലാക്കി ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പരാമർശം വേർതിരിച്ച് ദാനധർമ്മങ്ങൾക്കായി സുവിശേഷതയ്ക്കായിട്ട് നൽകും. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആശീർവാദത്തിനായി എല്ലാവർക്കും എഴുന്നേൽക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധ വിവാഹ കുദാശ ഇവിടെ പൂർത്തിയാക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നിങ്ങളൊരു വാക്ക് പ്രത്യേകിച്ച് സന്തോഷം അറിയിക്കട്ടെ. കാരണം ഈ ശുശ്രൂഷ ആരംഭിച്ചത് മുതൽ ഇതുവരെ നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടും അച്ചടക്കത്തോടും ശുശ്രൂഷയിൽ സംബന്ധിച്ചല്ലോ. നിങ്ങളുള്ള കടപ്പാട് ഈ കുടുംബത്തിന് വേണ്ടി ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുക. ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രാർത്ഥന ഓർക്കുക. അവരുടെ കുടുംബജീവിതം അനുഗ്രഹകരമായി തീരുവാൻ നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കണമേ എന്ന് ഈ സമയത്ത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. മിസ്സസ് ആൻഡ് മിസ്റ്റർ റോഷൻ ഉമ്മൻ ഐപ്പിന്റെ ബഹുമാനാർത്ഥവും കുടുംബത്തിന്റെ സന്തോഷ സൂചകമായി അന്നങ്ങാട് ഓർത്തഡോക്സ് ഇടവകയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് റിസപ്ഷൻ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു.
ആയതിലേക്കും ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഈ കുഞ്ഞുങ്ങളെ കണ്ട് ആശംസ അറിയിക്കുന്നതിനും നിങ്ങൾ ആരും മറക്കരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഇപ്പോൾ മണവാളൻ മണവാട്ടി സ്തോത്രകാഴ്ച സമർപ്പിക്കും. ഇരുവരും വിവാഹ രജിസ്റ്റർ ഒപ്പുവെക്കും. അവരോടൊപ്പം തന്നെ രണ്ട് ഭാഗത്തും ഓരോ സാക്ഷികളും ഒപ്പുവെക്കും. നിങ്ങൾ എല്ലാവരോടും പ്രത്യേകം ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ കെ എൻ ജോണച്ചനോടും സംഘകാർമ്മികർക്ക് വഹിച്ച ബഹുമാനമുള്ള പട്ടക്കാരെല്ലാവരോടുമുള്ള കടപ്പാടും സ്നേഹവും ആദരവും കുടുംബത്തിന് വേണ്ടി വിടവയ്ക്ക് വേണ്ടി ഏറെ വിനയത്തോടെ അറിയിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം മംഗളഗാനം ആരംഭിക്കും. Before this moment, we walked separate ways through lonely nights and hopeful searching days. Then God's own plan began to clearly show a love like ours designed to truly grow. Two hearts now joined by heaven's perfect tie. Under His grace, just you and I. You and I, together we are one. A new beginning under God's bright sun. His love our anchor, strong and ever true. Forever walking, just me and you. Through every season, joy or gentle rain, we'll face tomorrow, easing every pain. Your hand in mine, His Spirit close by side. In perfect trust, where true love can abide. Oh, two hearts now joined by heaven's perfect tie. Under His grace, just you and I. You and I, together we are one. A new beginning under God's bright sun. His love our anchor, strong and ever true. Forever walking, just me and you. This sacred promise whispered to the Lord, our lives unite. And we thank those people who were with us earlier at the Emmanuel Mahatma Church for the wedding ceremony. And for those who just joined in, welcome. Here we are for the most exciting part, the reception of our newlyweds in celebration of the beginning of the new life together. I am here with you with our MC for today. So first of all, our congratulations for all of you. So ഇന്നേയും ഇവിടേക്ക് എല്ലാവരും പേരിലുള്ള ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. Today is not just a celebration, it's a divine appointment. As the word of God reminds us in Psalm 118:24, this is the day which the Lord has made. Let's rejoice and be glad in it. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാകുന്നു, നാം അത് സന്തോഷിച്ച് ആനന്ദിക്കണം. With hearts full of gratitude, welcome you all to witness and celebrate the holy union of two lives joined together by grace. So, ക്ഷണത്തിലേക്ക് എത്തിക്കുന്നവരെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. Before we begin, let me introduce the bride and groom officially. Groom, Mr. Rohit Roshan Umanai, son of Mr. K.I. Uman and Mrs. Baba K. George, and bride, Mrs. Nidhi Ann Joseph, daughter of Dr. George, Mr. George Joseph. ദൈവമായ കർത്താവേ,
ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട മക്കളാകുന്ന പ്രിയപ്പെട്ട റോഷത്തിനെയും നിധിയെയും ഓർത്ത് സ്തോത്രം. ഇന്ന് വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ അവരെ ഒന്നാക്കി തീർത്ത അവിടുത്തെ മഹനീയമായ മഹത്തായ ദയക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ നിന്റെ മക്കൾ ഇന്ന് അവിടുത്തെ കൃപയാൽ ഒന്നിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ, അനുഗ്രഹങ്ങൾ, ആശീർവാദം പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സന്തോഷ സൂചകമായി ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാനും കർത്താവെ വിവിധ സൽക്കാരത്തിൽ പങ്കെടുക്കുവാനും അവിടുന്ന് അനുവദിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ നിന്റെ നാമത്തിലാണല്ലോ ഞങ്ങളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങൾക്കായി നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ നിന്റെ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി, നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ഏറിയ ദൈവകൃപയാൽ നിറയ്ക്കണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും സൽക്കാരങ്ങളും എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. ഇന്ന് ഞങ്ങൾക്കായി വിളമ്പപ്പെട്ടിരിക്കുന്ന ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിനെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ. ഭക്ഷിച്ച് പാനം ചെയ്ത് നിന്റെ നാമത്തിന് മഹത്വത്തിനായി ജീവിക്കാൻ മശിയ മൂലം ഞങ്ങൾ എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിച്ചു. Darling, just dive right in, follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Thank you.
I waited with hope, I prayed through the night, dreaming of someone to share in this life. Then you walked in with love in your eyes, a promise unfolding, a holy surprise. Holy surprise. In God's perfect time, He brought you to me. Not a second too late, not too early. Every tear, every prayer led to this day. In God's perfect time, love found its way. Journeyed alone, now we walk side by side, two hearts as one, with Jesus our guide. The past is behind, the future is bright. His grace wrote our story, His love is our light. In God's perfect time, He brought you to me. Not a second too late, not too early. Every tear, every prayer led to this day. In God's perfect time, love found its way. Our home on mercy and grace, with faith as our foundation, love will never fade. Through every season, come joy or pain, we'll trust
God's perfect time, love found its way. May your favor fill this home. May your peace within it grow. Hand in hand before your throne, here they stand in love alone. In the joy and in the tears, walk beside them through the years. Lead them in your holy light. Be their strength by day and night. May the Lord now bless and keep you. Shine His face in grace. They say that you know and you know, so let's face it. You had me at hello. Hesitation never helps. How could this mean anything, anything else? When all I dream of is your eyes, all I long for is your touch.